ലിറ്റിൽ ഹാർട്ട്സ് ആർക്കാണല്ലേ ഇഷ്ടപ്പെടാത്തത്? വെറും 3 ഇൻഗ്രീഡിയൻസ് വെച്ച് വീട്ടിൽ തന്നെ ഇത് ഉണ്ടാക്കാൻ പറ്റിയാലോ? സൂപ്പർ ടേസ്റ്റി. ഹോം ഓഫ് റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് ഇതിൻ്റെ റെസിപ്പി നോക്കാം. ഇതിനായി ആദ്യമായി വേണ്ടത് 1 കപ്പ് നിറച്ചെടുത്ത മൈദപ്പൊടിയാണ്. മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടി ആയാലും ചേർത്ത് കൊടുക്കാം. ഇവിടെ ഗോതമ്പ് പൊടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിന് പകരം ആട്ടയായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിനകത്ത് കട്ടകളൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തണം. അഥവാ ഉണ്ടെങ്കിൽ തന്നെ അത് അരിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. ഇതിലേക്ക് ഇനി 1 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു റെസിപ്പിയിൽ പഞ്ചസാര ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായി ഒന്ന് കമ്പൈൻ ചെയ്തെടുക്കാം. ഇത്രയും മതി. ഇനി ഇതിലേക്ക് നമുക്ക് ബട്ടറാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇവിടെ 100 ഗ്രാം അൺസോൾട്ടഡ് ബട്ടറാണ് എടുത്തിട്ടുള്ളത്. അതായത് 150 ഗ്രാം പൊടിക്ക് വേണ്ടിയിട്ട് 100 ഗ്രാം ബട്ടർ. അപ്പോൾ ഇത് നന്നായി ഒന്ന് ഫ്രീസ് ചെയ്തതിന് ശേഷം അല്പം കട്ടിയിൽ വേണം നമുക്ക് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ അഥവാ അധികം കട്ടിയില്ലാത്ത ബട്ടറാണെങ്കിൽ ഒരു 30 മിനിറ്റ് ഇത് ഉണ്ടാക്കുന്നതിന് മുന്നേ ഒന്ന് ഫ്രീസറിൽ വെച്ചാൽ മതി. അതിനുശേഷം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് ഇതുപോലെ ഒരു സ്പൂണോ ഒരു തവിയോ വെച്ച് നന്നായി ഒന്ന് കമ്പൈൻ ചെയ്തെടുക്കാം. ഇത്രയും തന്നെ മതി. ഇനി നമുക്ക് കൈ വെച്ച് നന്നായിട്ടൊന്ന് ക്രംബിൾ ചെയ്ത് മിക്സ് ചെയ്യണം. അതായത് ഇതുപോലെ ഒന്ന് തിരുമ്മി മിക്സ് ചെയ്യണം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബിസ്ക്കറ്റ് നല്ല ക്രിസ്പി ആയി കിട്ടും. അതുപോലെ അതിൻ്റെ ടെക്സ്ചറൊക്കെ കറക്റ്റായി കിട്ടും. ഇതുപോലെ ഒരു ബ്രെഡ് ക്രംസിൻ്റെ രൂപത്തിൽ വേണം നമുക്ക് തയ്യാറാക്കി കിട്ടാൻ. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ തണുത്ത വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. തണുത്ത വെള്ളം എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതും 1.5 മുതൽ 2 ടേബിൾ സ്പൂണിൽ കൂടുതൽ എടുക്കരുത്. നമുക്കിത് ചപ്പാത്തി മാവിൻ്റെ പരുവല്ല ആയി കിട്ടേണ്ടത്. ജസ്റ്റ് ഇതുപോലെ ഒരു ഷേപ്പ് ഹോൾഡ് ചെയ്ത് കിട്ടിയാൽ മതി. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള വെള്ളം അല്പമായി മാത്രം ചേർത്തിട്ട് വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാൻ. കൂടുതൽ കുഴച്ചു കൊടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ജസ്റ്റ് അല്പം മാത്രം വെള്ളം ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊരു ബ്ലോക്കായിട്ട് കിട്ടിയാൽ മതി. ഇതുപോലെ നമുക്കൊരു ഷേപ്പാക്കി കിട്ടിയാൽ മതി. ഇതാണ് ഇതിൻ്റെ ഒരു ടെക്സ്ചർ. അതായത് ഒരുപാട് വെള്ളമില്ല. ആ ബട്ടറും അല്പം വെള്ളം മാത്രം ചേർത്തിട്ടാണ് നമ്മളിതിപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി ഇത് നമുക്കൊരു ബട്ടർ പേപ്പറിലോ ഫോയിൽ പേപ്പറിലോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു പാത്രത്തിലോ അടച്ചു വെച്ചതിന് ശേഷം നന്നായി കവർ ചെയ്തതിന് ശേഷം ഒരു 30 മിനിറ്റ് ഫ്രീസ് ചെയ്യണം. 30 മിനിറ്റിന് ശേഷം ഇത് പുറത്തേക്ക് എടുത്തിട്ട് നമ്മൾ ഇനി ഒരു സർഫസിന് മുകളിലിട്ട് പരത്താണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു ഫോയിൽ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ അല്പം പഞ്ചസാര തൂവി ഇത് അതിൻ്റെ മുകളിൽ വെച്ച് പരത്തുകയാണ് ചെയ്യുന്നത്. ഇതിന് പകരം ഒരു കൗണ്ടർ ടോപ്പിലോ ചപ്പാത്തി പലകയുടെ മുകളിലോ അല്ലെങ്കിൽ വേറെ ഒരു ബട്ടർ പേപ്പറിൻ്റെ മുകളിലോ വെച്ചിട്ട് ഇത് പരത്തിയെടുക്കാം. അപ്പോൾ ഇതിന് ഇതുപോലെ നമ്മൾ നീളത്തിലാണ് പരത്തിയെടുക്കേണ്ടത്. ഇതിലേക്ക് ഒട്ടും മാവ് ചേർക്കുന്നില്ല. അപ്പോൾ ഓരോ തവണയും ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ഇതിൻ്റെ മുകളിലൊന്ന് തൂവിയതിന് ശേഷമാണ് പരത്തിയെടുക്കുന്നത്. ഒരുപാട് തൂവി കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒട്ടുന്നുണ്ടെങ്കിൽ മാത്രം ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ജസ്റ്റ് ഒന്ന് തൂവി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നീളത്തിൽ പരത്തിയെടുക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്കിത് ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിലാക്കി മുറിച്ചെടുക്കേണ്ട പരുവത്തിൽ നമുക്ക് പരത്തിയെടുക്കാം. വേണമെങ്കിൽ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ടും കൂടി ഇത് നമുക്കൊന്ന് കറക്റ്റായ ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിൽ മുറിച്ചെടുക്കാനുള്ള പരുവത്തിൽ നമുക്കൊന്ന് പരത്തിയെടുക്കാം. എളുപ്പത്തിൽ തന്നെ ഇത് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതുപോലെ ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിൽ ഇത് ഒന്ന് മുറിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കത്തി ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ അറ്റം നമുക്ക് മുറിച്ച് മാറ്റാം. ഈ അറ്റത്തുനിന്ന് മുറിച്ച് മാറ്റുന്ന മാവൊന്നും നമ്മൾ വേസ്റ്റ് ചെയ്യുന്നില്ല. അതിന് വീണ്ടും നമുക്ക് ഇതുപോലെ റോൾ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇത്രയേ ഉള്ളൂ. ഇനി ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഉള്ളത് മാറ്റി വെക്കാം. അതിനുശേഷം ഇപ്പോൾ ഈ തയ്യാറാക്കിയ മാവില്ലേ റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ളത്, അതൊന്നുകൂടെ നമുക്കൊന്ന് പരത്തി കൊടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരല്പം പഞ്ചസാര ഒന്ന് തൂവിയിട്ട് ഇത് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. ഒരു 1/4 ഇഞ്ച് മുതൽ 1/2 ഇഞ്ച് തിക്നെസ് അത്രയും തന്നെ മതി. അപ്പോൾ ഇത്രയും നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കാം. വളരെ എളുപ്പത്തിൽ ഇത് റെഡിയാവും. ഇനി നമ്മൾ നേരത്തെ സൈഡിൽ നിന്ന് മുറിച്ച് മാറ്റിയ ഭാഗങ്ങളില്ലേ, അതൊന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് കമ്പൈൻ ചെയ്തിട്ട് ഒരു പാത്രത്തിൽ വെച്ച് അടച്ച് അത് നമുക്ക് ആദ്യത്തെ ഒന്ന് തയ്യാറാക്കുന്ന സമയം വരെ ഫ്രീസ് ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ അത് പിന്നെ അത് ഒട്ടിപ്പിടിക്കും. ഇനി നമ്മൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന ഷീറ്റിൻ്റെ 2 വശത്തിൽ നിന്നും ഏകദേശം ഒരേ ലെങ്ത്തിൽ നമുക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അതിനിടയിലേക്ക് അല്പം പഞ്ചസാര തൂവിയതിന് ശേഷം ഇത് വീണ്ടും ഫോൾഡ് ചെയ്യാം. ഇതിനിടയിലേക്ക് മാവ് അല്ലെങ്കിൽ പൊടി ഇട്ട് കൊടുക്കരുത്. ഇതുപോലെ നമുക്ക് പഞ്ചസാര തൂവിയതിന് ശേഷം ഫോൾഡ് ചെയ്യുന്നതാണ് ആ കറക്റ്റ് ടെക്സ്ചർ കിട്ടാൻ നല്ലത്. ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതുപോലെ ഒരുപോലെ നമുക്ക് രണ്ട് വശത്തു നിന്നും ഫോൾഡ് ചെയ്തെടുക്കാം.
അപ്പോൾ ഇനി മിഡിലിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലേക്ക് അല്പം പഞ്ചസാര ഒന്നുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് അല്പം ബട്ടർ കൂടെ വേണമെങ്കിൽ ഈ എഡ്ജസിൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അല്പം വെള്ളം തൊട്ട് ഇതിൻ്റെ സൈഡിലൊന്ന് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി വളരെ പതുക്കെ ഈ രണ്ട് അറ്റങ്ങളും തമ്മിൽ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ആ വെള്ളം ചേർത്ത് കൊടുക്കുന്നത് അത് കറക്റ്റായിട്ട് അവിടെ ഒന്ന് ജോയിൻ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പത്തിൽ ഇത് റെഡിയാവും. ഇനി ഒരു ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഫോയിൽ പേപ്പറോ ഉപയോഗിച്ച് ഇത് നന്നായിട്ട് ടൈറ്റായിട്ടൊന്ന് റാപ്പ് ചെയ്തെടുക്കാം. കറക്റ്റായിട്ട് ആ ഒരു ഷേപ്പ് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ടൈറ്റായിട്ട് റാപ്പ് ചെയ്യുന്നത്. ഇനി ഇതൊരു 30 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രീസ് ചെയ്യാം. അപ്പോൾ ആ സമയത്ത് നമ്മൾ നേരത്തെ ഫ്രീസ് ചെയ്യാൻ വെച്ച മാവില്ലേ അതെടുത്തിട്ട്, അതായത് സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയ മാവ് അതെടുത്ത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം. സെയിം പ്രൊസീജിയറാണ്. ആദ്യം അല്പം പഞ്ചസാര തൂവുക, ഇതിൻ്റെ മുകളിൽ വെക്കുക, എന്നിട്ട് ഒന്ന് റോൾ ചെയ്യുക. ഇടയ്ക്ക് ഇങ്ങനെ മുട്ടുന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക, എന്നിട്ട് വീണ്ടും നന്നായി പരത്തുക. അപ്പോൾ വൈറ്റ് ഷുഗർ തന്നെ ഇതിന് യൂസ് ചെയ്യണമെന്നില്ല. ബ്രൗൺ ഷുഗർ, ഹെൽത്തിയർ വേർഷൻ നോക്കുകയാണെങ്കിൽ ബ്രൗൺ ഷുഗറോ അല്ലെങ്കിൽ വേറെ നല്ല ഷുഗറോ നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതുപോലെ റോൾ ചെയ്തെടുക്കാൻ പറ്റും. കണ്ടോ, സൈഡിൽ ഇതുപോലെ ഷേപ്പ് ഫോം ചെയ്യുന്നത് കണ്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇത് നമുക്ക് നല്ല ടൈറ്റായിട്ടൊന്ന് റാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രീസ് ചെയ്യാൻ വെക്കാം. ഒരു 30 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ. അപ്പോൾ ഇനി അന്ന് തന്നെ തയ്യാറാക്കുന്നില്ല, നേരത്തെ തന്നെ ഇതുപോലെ ഷേപ്പ് ചെയ്ത് വെച്ചിട്ട് പിന്നീടാണ് തയ്യാറാക്കുന്നതെങ്കിൽ ഫ്രീസറിൽ വെക്കേണ്ട, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. എന്നിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് ഒരു ബോക്സിലിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. എന്നിട്ട് ആവശ്യത്തിന് എപ്പോഴാണോ തയ്യാറാക്കേണ്ടത് അപ്പോൾ ഇതെടുത്തിട്ട് തയ്യാറാക്കിയാൽ മതി. അപ്പോൾ ഞാൻ നേരത്തെ വെച്ചിരുന്ന അതേ ബോക്സിലേക്ക് ഇതുകൂടെ വെച്ചിട്ട് ഫ്രീസ് ചെയ്യാൻ വെക്കുകയാണ്. അപ്പോൾ ആദ്യത്തേത് വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം 40 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഇതൊന്ന് പുറത്തേക്ക് എടുക്കാം. കറക്റ്റായിട്ട് അതിൻ്റെ ഷേപ്പ് ഹോൾഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊരു 1/2 ഇഞ്ച് കനത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നല്ല കറക്റ്റായിട്ട് സെറ്റ് ആയതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. തിക്നെസ് കൂടിപ്പോയി കഴിഞ്ഞാലുണ്ടല്ലോ അത് കുക്കായി കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി കട്ട് ചെയ്തതിൽ നിന്ന് ഒരു പോർഷൻ എടുക്കുക, എന്നിട്ട് അതിൻ്റെ താഴത്തെ ഭാഗത്ത് അല്പം ഒന്ന് ഇതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക. മുകളിലത്തെ ഭാഗത്ത് നിന്ന് അല്പം സ്പ്രെഡ് ചെയ്തും കൊടുക്കുക. കണ്ടോ, കറക്റ്റ് ഒരു ഹാർട്ടിൻ്റെ ഷേപ്പായില്ലേ. ഇതുപോലെ നമുക്ക് ഓരോന്നും തയ്യാറാക്കാം. അപ്പോൾ താഴത്തെ ഭാഗം അല്പം ഒന്ന് പോയിന്റ് ചെയ്യുക, മുകളിലത്തെ ഭാഗം അല്പം ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കറക്റ്റ് ഹാർട്ടിൻ്റെ ഷേപ്പായി കിട്ടും. ഇതുപോലെ നമുക്ക് എല്ലാം തയ്യാറാക്കിയെടുക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഇതുപോലെ താഴെ പോയിന്റ് ചെയ്യാതെ മുകളിൽ മാത്രം സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു എലിഫന്റ് ഇയേഴ്സ് മാതിരി ഉണ്ടാവില്ലേ. അപ്പോൾ അങ്ങനെയുള്ള ബിസ്ക്കറ്റ്സിന് എലിഫന്റ് ഇയേഴ്സ് അല്ലെങ്കിൽ ഫ്രഞ്ച് പാമിയേഴ്സ് എന്ന് പറയും. അപ്പോൾ ഈ ലിറ്റിൽ ഹാർട്ട്സിൻ്റെ വേറൊരു വേർഷനാണ് അതെന്ന് പറയാം. അപ്പോൾ നമുക്ക് ഇത് ഓരോന്നും നമുക്ക് അങ്ങനെ തയ്യാറാക്കിയെടുക്കാം. എല്ലാത്തിൻ്റെയും താഴെ അല്പം പോയിന്റ് ചെയ്യുക, മുകളിൽ അല്പം സ്പ്രെഡ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. കുറച്ച് ടൈം സ്പെൻഡ് ചെയ്താലും നല്ല ഹെൽത്തി വേർഷൻ ഓഫ് ലിറ്റിൽ ഹാർട്ട്സ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാമല്ലോ കുട്ടികൾക്ക്. അപ്പോൾ ഇങ്ങനെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതുപോലെ ഷേപ്പ് ചെയ്ത ബിസ്ക്കറ്റ്സ് നമുക്ക് അപ്പം തന്നെ കുക്ക് ചെയ്ത് ഉണ്ടാക്കാം, അല്ലെങ്കിൽ അതിന് പകരം നമുക്ക് ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ ഫ്രീസ് ചെയ്ത് വെക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ഷേപ്പ് ഹോൾഡ് ചെയ്യാൻ നല്ലതായിരിക്കും. അവനില്ലാതെ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ ഇത് 2 രീതിയിൽ തയ്യാറാക്കി എടുക്കാം. ഒന്നാമത്തത് ഡീപ്പ് ഫ്രൈയിങ് ആണ്, അതാണ് കുറച്ചുകൂടി പ്രിഫറബിൾ ആയിട്ടുള്ള മെത്തേഡ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് അത് നന്നായി ചൂടാവുന്ന സമയത്ത് നമ്മൾ ഈ തയ്യാറാക്കിയ ഹാർട്ട്സ് ഉണ്ടല്ലോ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഒരു ലോ ടു മീഡിയം ആക്കി വെക്കണം. അതിനുശേഷം നമ്മൾ ഫ്ലിപ്പ് ചെയ്ത് ഇതുപോലെ നമുക്ക് ആ ഒരു മീഡിയം ചൂടിൽ തയ്യാറാക്കിയെടുക്കാം. തീ കൂടി പോവാതെ ശ്രദ്ധിക്കണം. അപ്പോൾ പെട്ടെന്ന് ഇതിൻ്റെ പുറമേ ഒക്കെ ബ്രൗൺ ആയി പോവുകയും ചെയ്യും, പ്രോപ്പറായിട്ട് കുക്കാവുകയും ചെയ്യില്ല. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇതൊരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ കുക്ക് ചെയ്യണം. അങ്ങനെ ആകുമ്പോഴാണ് ഇത് നല്ല ക്രിസ്പി ആയി കിട്ടുന്നത്. നമ്മൾ ഈ ബിസ്ക്കറ്റ്സ് ഫോൾഡ് ചെയ്യുന്ന സമയത്ത് ഇടയിൽ പഞ്ചസാരയാണല്ലോ ചേർത്ത് കൊടുത്തത്. അതുകൊണ്ട് തന്നെ ആ ലെയർ കണ്ടോ, ഓരോ അകത്തുള്ള ലെയറൊക്കെ കറക്റ്റ് ആ ഒരു ബ്രൗൺ കളറായിട്ട് വരും.
ഇനി ഇത്രയും തന്നെ മതി. നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. എണ്ണയിൽ നിന്ന് കോരിയെടുത്ത ഉടനെ അതിന് മുകളിൽ പഞ്ചസാര സ്പ്രിങ്കിൾ ചെയ്യാൻ വിട്ടുപോരുത്. എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് പോലെ ആ ഒരു ലൈറ്റ് ആൻഡ് ഫ്ലേക്കി ടെക്സ്ചർ ഉണ്ടല്ലോ, അത് കറക്റ്റായിട്ട് കിട്ടും. ഇത് സൂപ്പർ ടേസ്റ്റിയാണ്. ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് കുക്കർ അല്ലെങ്കിൽ കടായിൽ ബേക്ക് ചെയ്യുന്ന മെത്തേഡാണ്. ഓയിൽ ഫ്രീ ആയിട്ട് ചെയ്യാനാണെങ്കിൽ ഇതുപോലെ കുക്കറിൽ തയ്യാറാക്കാം. അപ്പോൾ കുക്കർ എടുത്തിട്ട് അതിൻ്റെ അകത്ത് യൂണിഫോംലി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇത് നേരത്തെ യൂസ് ചെയ്ത ഉപ്പാണ്, അതായത് ഇതുപോലെ നമ്മൾ മുന്നേ ബേക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്ത ഉപ്പാണ്. അതാണ് അതിന് ഈ ഒരു ടെക്സ്ചർ ഇരിക്കുന്നത്. ഇനി ഇത് യൂണിഫോംലി സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിനകത്തേക്ക് ഒരു വയർ റാക്ക് പ്ലേസ് ചെയ്ത് കൊടുക്കാം. അതിന് പകരം ഒരു കട്ടോരിയോ ഒരു ചെറിയ ബൗളോ എന്തെങ്കിലും യൂസ് ചെയ്താൽ മതി. കുക്കറിൽ ബേക്ക് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ ഗാസ്കറ്റ് റിമൂവ് ചെയ്യണം എന്നുള്ളതാണ്. ഈ ബ്ലാക്ക് കളർ റിംഗ് ഇല്ല, അത് റിമൂവ് ചെയ്യണം. അതുപോലെ തന്നെ ഇതിന് മുകളിൽ വിസിലും വെക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്യാം. 10 മിനിറ്റ് കഴിയുന്ന സമയത്ത് ഇതിൻ്റെ മുകളിൽ ആവി വരും. ആ സമയത്താണ് നമ്മൾ ബിസ്ക്കറ്റ് വെച്ച പ്ലേറ്റ് ഇതിൻ്റെ മുകളിൽ വെക്കേണ്ടത്. അപ്പോൾ നമ്മളിനി ബിസ്ക്കറ്റ് എടുത്തിട്ട് നമ്മൾ ഫ്രോസ് ചെയ്ത് വെച്ചില്ലേ, ആ ബിസ്ക്കറ്റ് ഇനി പുറത്തേക്ക് എടുത്തിട്ട് ഒരു പ്ലേറ്റിലോ അതുപോലെ ഇതുപോലെ ഒരു ഇഡ്ഡലി തട്ടിലോ നമുക്ക് വെച്ചതിന് ശേഷം നമുക്ക് കുക്കറിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ പ്ലേറ്റിൽ നമ്മൾ ബട്ടറോ എണ്ണയോ ഒന്നും തടവേണ്ട ആവശ്യമില്ല. ബട്ടർ പേപ്പർ വെക്കാം, അല്ലാതെ ബട്ടറോ എണ്ണയോ തടവേണ്ട. അഥവാ അങ്ങനെ തടി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ താഴത്തെ ഭാഗം പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി പോവും, ബ്രൗൺ ആയി പോവും. അപ്പോൾ ഇതുപോലെ 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കുക്കറിനകത്തേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച പ്ലേറ്റ് വെച്ച് അടച്ചു വെച്ച് കൊടുക്കാം. ഒരു 12 മുതൽ 18 മിനിറ്റ് വരെ, മാക്സിമം 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. നോക്കൂ, ഇത് കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ട്. ഇതിനി ആറിയതിന് ശേഷം നമുക്ക് കഴിക്കാം. നല്ല ക്രിസ്പി ആയി തന്നെ വരും. 2 മെത്തേഡിലും ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ഫ്രൈ ചെയ്താണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നിയത്. കാരണം ആ ഒരു ലൈറ്റ്നെസ്സും ആ കറക്റ്റ് ടെക്സ്ചറും പെർഫെക്റ്റ് ആയിട്ട് വരുന്നത് ഫ്രൈ ചെയ്യുന്ന സമയത്താണ്. കുക്കറിൽ ബേക്ക് ചെയ്യുന്ന സമയത്തും നമുക്ക് നല്ല ക്രിസ്പി ആയി തന്നെ കിട്ടും. പക്ഷെ അതിൻ്റെ ഹെവിനെസ് ഉണ്ട്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു ലൈറ്റ്നെസ് ഉണ്ടല്ലോ, അത് നമുക്ക് കിട്ടുന്നത് കൂടുതൽ ഫ്രൈ ചെയ്യുന്ന സമയത്താണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് മെത്തേഡാണോ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് അതിൽ ട്രൈ ചെയ്ത് നോക്കൂ. വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. നല്ല ഹെൽത്തി ആയിട്ടുള്ള ലിറ്റിൽ ഹാർട്ട്സ് അല്ലെങ്കിൽ ഫ്രഞ്ച് പാമിയേഴ്സ് നമുക്ക് കുട്ടികൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.